ഹായ് നമസ്കാരം. ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഞരമ്പിന് ശേഷി കുറയുന്ന അസുഖം സ്ഥിരീകരിച്ചതായി വൈറ്റ് ഹൗസ്. പരിശോധനയിൽ ഞരമ്പിനെ ബാധിക്കുന്ന ഗുരുതര വീനസ് ഇൻസഫിഷ്യൻസി രോഗമെന്ന് സ്ഥിരീകരിച്ചു. സാധാരണ 70 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് കാണപ്പെടുന്ന ഒരു രോഗമാണിത്. ഈ ട്രംപിനിപ്പോൾ ഏതാണ്ട് 79 വയസ്സായിട്ടുണ്ട്. അദ്ദേഹത്തിന് വാസ്കുലർ പരിശോധനയൊക്കെ നടത്തിയിരുന്നു. സാധാരണ ഈ രോഗമുള്ളവർക്ക് കൈകാലുകളിലൊക്കെ നല്ല നീരുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അങ്ങനെ ട്രംപിൻ്റെ കയ്യിൽ നീരുകൾ മാധ്യമത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഫുൾ ബോഡി ടെസ്റ്റിങ്ങിൽ മറ്റുള്ള ആരോഗ്യ പ്രശ്നമൊന്നും ട്രംപിന് ഇല്ലെന്നാണ് വൈറ്റ് ഹൗസ് സ്ഥിരീകരിക്കുന്നത്. സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തികൾ കാണുമ്പോൾ ഏതൊരാൾക്കും തോന്നും ഇദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. ഇദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ രാജ്യങ്ങളുടെ മേലിലും ഒരു അധീശത്വത്തിന് ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അമേരിക്കയാണ് എപ്പോഴും മുന്നിൽ, അമേരിക്കയുടെ കീഴിലായിരിക്കണം എല്ലാവരും വരേണ്ടത് എന്നുള്ളൊരു ധാരണ ഇദ്ദേഹത്തിനുണ്ട്. പല രാജ്യങ്ങളുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുക, വരുതിയിലാകാത്തവരെ പേടിപ്പിക്കുക, യുദ്ധം ചെയ്യാൻ കഴിയാത്ത രാജ്യങ്ങൾക്ക് എതിരെ കടുത്ത തീരുവ കൊണ്ടുവരിക. ഇദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളും നമ്മൾ കാണുമ്പോൾ എന്തെല്ലാമോ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോവും. ലോകം മുഴുവൻ യുദ്ധത്തിന് ആയുധങ്ങൾ കൊടുക്കുമ്പോഴും ഇദ്ദേഹം നൊബേൽ സമ്മാനത്തിന് താൻ അർഹനാണെന്ന് സ്വയം വാദിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധവും അതുപോലെ തന്നെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവും എല്ലാം തൻ്റെ മധ്യസ്ഥതയിലാണ് നിർത്തിയതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ അവകാശവാദം. എന്നാൽ മറ്റൊരിടത്ത് ഇദ്ദേഹം അധികാരത്തിൽ വന്ന് 24 മണിക്കൂറിനകം നിർത്തുമെന്ന് പറഞ്ഞ റഷ്യൻ യുക്രൈൻ യുദ്ധം ഇപ്പോഴും അതേപടി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ഗാസ ക്രൂരത അതും അതുപോലെ തന്നെ നിലനിൽക്കുന്നു. ഇത്രയൊക്കെ ലോകത്ത് അസമാധാനം സൃഷ്ടിച്ചിട്ട് തനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം വേണമെന്നാണ് ട്രംപിൻ്റെ ആവശ്യം. ഇതൊക്കെ കൊണ്ടാണ് ട്രംപിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. അതിപ്പോൾ ഞരമ്പിൻ്റെ അസുഖമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരാൾക്കും രോഗങ്ങളോ അപകടങ്ങളോ ഉണ്ടാകുവാൻ മനസാക്ഷിയുള്ളവർ ആഗ്രഹിക്കാറില്ല. ട്രംപും അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റി പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിടുന്ന വീഡിയോകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാനിടുന്ന പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാനായി ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക.